ഭാരതത്തിലെ മാമ്പഴ ഇറക്കുമതിക്ക് നേപ്പാളിൽ നിരോധനമില്ല എന്ന് വ്യക്തമാക്കി കേന്ദ്രം. ഭാരതത്തിലെ മാമ്പഴം ഇറക്കുമതി ചെയ്യുന്നത് നേപ്പാൾ നിരോധിക്കുകയോ താൽക്കാലികമായി നിർത്തിവെക്കുകയോ ചെയ്തതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ടുകൾ വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്നും കർഷകക്ഷേമ മന്ത്രാലയം അറിയിച്ചു. ഭാരതത്തിലെ മാമ്പഴങ്ങളുടെ ഇറക്കുമതിക്ക് യാതൊരുവിധ നിരോധനവും ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് നേപ്പാൾ സർക്കാരിന്റെ സസ്യ ക്വാറന്റൈൻ കീടനാശിനി നിയന്ത്രണ കേന്ദ്രം വ്യക്തമാക്കി. നിർദ്ദിഷ്ട സസ്യാരോഗ്യ സംരക്ഷണ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി ഇറക്കുമതിക്ക് ഇപ്പോഴും അനുവദനീയമാണ്. ഈ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന്റെയും ഭാരത ഗവൺമെന്റ് നൽകുന്ന സാധുവായ സസ്യാരോഗ്യ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിന്റെയും അടിസ്ഥാനത്തിൽ ഇറക്കുമതി അനുമതികളും വിതരണ ഉത്തരവുകളും നൽകി വരുന്നുണ്ട്. നിലവിൽ ഭാരതത്തിൽ നിന്നും നേപ്പാളിലേക്ക് മാമ്പഴ കയറ്റുമതി തടസ്സമില്ലാതെ തുടരുകയാണ്. 2026 ജനുവരി മുതൽ ഇതുവരെ ആകെ 2005 മെട്രിക് ടൺ മാമ്പഴം ഉൾപ്പെടുന്ന 149 ഉൽപ്പന്ന ശേഖരങ്ങൾ നേപ്പാളിലേക്ക് കയറ്റി അയച്ചിട്ടുണ്ട്. 2026 ജൂണിൽ മാത്രം ഇതുവരെ 266 മെട്രിക് ടൺ തൂക്കം വരുന്ന 18 ഉൽപ്പന്ന ശേഖരങ്ങളാണ് കയറ്റുമതി ചെയ്തിരിക്കുന്നത്. ചൂടുവെള്ള സംസ്കരണ നിബന്ധന ഉൾപ്പെടെ ചില ഇറക്കുമതി വ്യവസ്ഥകളിൽ നേപ്പാൾ അടുത്തിടെ ഭേദഗതി വരുത്തിയിട്ടുണ്ടെങ്കിലും നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിച്ച് കയറ്റുമതി സുഗമമാക്കാൻ ഭാരതം തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ലോക വ്യാപാര സംഘടനയുടെ സസ്യാരോഗ്യ സംരക്ഷണ കരാറിനും അന്താരാഷ്ട്ര സസ്യ സംരക്ഷണ കൺവെൻഷൻ ചട്ടക്കൂടിനും അനുസൃതമായി ഉചിതമായ ഉഭയകക്ഷി മാർഗങ്ങളുടെ വിഷയത്തിൽ ഭാരതം തുടർ നടപടികൾ സ്വീകരിച്ചു പോരുന്നു. ഇറക്കുമതി കയറ്റുമതി ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് ഔദ്യോഗിക അറിയിപ്പുകളെ മാത്രം ആശ്രയിക്കണമെന്നും ഭാരതത്തിലെ മാമ്പഴം നേപ്പാളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിൽ വ്യാപാര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയെന്ന തരത്തിൽ പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ തള്ളിക്കളയണമെന്നും വ്യാപാരികളോടും പൊതുജനങ്ങളോടും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ജനം, ഡൽഹി.